Assalamualaikum, welcome back to my channel Lubna's Cloud. It's me Lubna. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വരെയാണ്. അപ്പം അതിനേക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. അത് നമുക്ക് വേസ്റ്റ് ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള കാർബോർഡിൻ്റെ പീസസ് ആണ്. അത് ഞാൻ ഇങ്ങനെ രണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റൗണ്ട് ഷേപ്പിലുള്ളത് ബ്ലാക്കിലും മറ്റേത് വൈറ്റ് അക്രിലിക് പെയിൻറ്റും വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുത്തതാണ്. അത് ബ്ലാക്ക് പെയിൻറ്റ് നമുക്കൊരു കോട്ടിങ് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വൈറ്റ് ഞാൻ പിന്നെ 3-4 കോട്ടിങ് അക്രിലിക് അടിച്ചതിന് ശേഷമാണ് ഈ ഒരു നല്ലൊരു വൈറ്റ് കളർ കിട്ടിയത് കേട്ടോ കാർഡ്ബോർഡ് പീസിൽ. അപ്പം ഈ വൈറ്റ് കളർ നമുക്ക് ഫ്ലാഗിൻ്റെ ഷേപ്പിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. മറ്റേത് 3 സൈസിലായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കിതിൽ ഫ്ലാഗിൻ്റെ കളർ, ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പെന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പരിപ്പാണ്. അപ്പം നമ്മൾ ഈ പരിപ്പ് എടുത്ത് ജസ്റ്റ് വൈറ്റ് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റ് ഗ്ലൂ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യണം. അത് ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ട് അതിൽ സ്റ്റിക്കായി കിടക്കുള്ളൂ. പക്ഷേ സ്റ്റിക്കായി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് തന്നെ അവിടെ സ്റ്റിക്കായി കിടക്കും. അപ്പം അങ്ങനെ നമുക്ക് ഇത് ഓരോന്നായിട്ട് ജസ്റ്റ് ഇതിന് ചുറ്റും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളിതിൽ ഫുള്ള് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകാൻ വെക്കാം. ആ സമയം നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ടേബിൾ ടോപ്പ് ഡെക്കറാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്ത് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു സ്റ്റിക്ക് ആവശ്യമുണ്ട്. അപ്പം എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു സ്ക്വയറിലാണ് എടുത്തത് 2 എണ്ണം. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഗോൾഡൻ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് കളർ ചെയ്തെടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പെട്ടെന്ന് കളർ ചെയ്തെടുക്കാം. ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ആ ചുറ്റും ഒന്ന് ബ്ലാക്ക് അക്രിലിക് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ഒരു ഫ്ലാഗിൻ്റെ മുകളിൽ നമ്മൾ കളർ ചെയ്യുന്നത് നമ്മുടെ ഫ്ലാഗിൻ്റെ ട്രൈ കളേഴ്സും നമ്മളിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഫ്ലാഗിൻ്റെ 3 കളേഴ്സ്. അപ്പോൾ സാഫ്രോണും വൈറ്റും ഗ്രീനും ആയിട്ട്. അപ്പോൾ നമുക്ക് സാഫ്രോൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ അല്ലെങ്കിൽ കുറച്ച് റെഡും യെല്ലോയും അക്രിലിക് പെയിൻറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സാഫ്രോണിൻ്റെ കളർ ഏകദേശം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കളർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഗ്രീൻ. അപ്പോൾ ഇതിന് ഞാനിപ്പം ഒരു 3-4 കോട്ടിങ് തന്നെ ഈ ഒരു കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു കളറ് ഇതിൽ കിട്ടുന്നത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചൊരു ഇത് വരും. അപ്പം എന്തായാലും നമ്മൾ 3-4 കോട്ടിങ് അടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്കിത് കളർ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിനി ഫ്ലാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അശോകചക്ര ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ചില്ലറ പൈസ എടുത്തിട്ട് റൗണ്ടിലുള്ള എന്തെങ്കിലും എടുത്താൽ മതി. അത് വെച്ചിട്ട് നമ്മളിത് മാർക്ക് ചെയ്ത് വൈറ്റ് കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം അതിലാണ് നമ്മൾ ഇത് അശോകചക്ര ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അശോകചക്രേൻ്റെ സ്പോക്ക് വീല് 24 എണ്ണം തന്നെ ഉണ്ടായിരിക്കണം. അതെന്തായാലും ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ഈ ഫ്ലാഗ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി ടേബിൾ ഡെക്കർ ചെയ്തെടുക്കാം ഇൻഡിപെൻഡൻസ് ഡേക്ക്.